എത്തിയിട്ടുള്ളത്. ജൂറി അംഗങ്ങളിൽ ചീഫ് ജഡ്ജ് ബഹുമാനപ്പെട്ട UAE അൽ ഐൻ ഔഖാഫ് ഇമാമ് കൂടിയായ ഖത്തീബ് കൂടിയായ ബഹുമാനപ്പെട്ട മൊയ്തു നദ്വി ഉസ്താദ് അവറുകളാണ്. ഈ മഹത്തായ അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഖുർആൻ ടാലന്റ് ഷോയിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജൂറിമാരിൽ രണ്ടാമത്തെയാളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബഹുമാനപ്പെട്ട ഹാഫിൽ സാബിത്ത് ഉസ്താദ് അവറുകളാണ്. ഈ മഹത്തായ അബീർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഖുർആൻ ടാലന്റ് ഷോയിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ഹൃദ്യമായ സ്വാഗതം. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോ സീസൺ 7 രണ്ടാമത്തെ റൗണ്ടിലെ 6ാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റായി നമുക്കിവിടെ വേദിയിലെത്തിയിരിക്കുന്നത് വെള്ളിലയിൽ നിന്നും മുനീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ മഹത്തായ വേദിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്താനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ, നമുക്ക് ഇന്നിവിടെ പാരായണം ചെയ്യപ്പെടേണ്ടത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഭാഗങ്ങളല്ല. ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജഡ്ജസ് നിർദ്ദേശിക്കുന്നത് പ്രകാരം നമുക്ക് ഓതേണ്ടതാണ്. അപ്പൊ അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് സൂറത്തുർ റൂമിന്റെ 20ാമത്തെ ആയത്ത് മുതൽ ഓതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നന്നായി ഓതാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلقكم من تراب ثم إذا أنتم بشر تنتشرون. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. إن في ذلك لآيات لقوم يتفكرون. ومن آياته خلق
السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. صدق الله العظيم. ما شاء الله ما شاء الله മുനീർ അൽഹംദുലില്ലാ തഖബ്ബൽ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. നന്നായിട്ട് ഓതി അൽഹംദുലില്ലാ. നല്ല കേൾക്കാൻ നല്ല സുന്ദരമായിരുന്നു. നമ്മുടെ കണ്ടസ്റ്റന്റ് ഇവിടെ ഓതിയിരിക്കുന്നത് സൂറത്തുർ റൂമിലെ 20-ാമത്തെ ആയത്ത് മുതലായിരുന്നു. റോം എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തെ നമുക്കറിയാം. റോം രാജ്യത്തെ കുറിച്ചറിയാം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ആ റോം എന്ന പേരിലാണ് അധ്യായമുള്ളത്. ഈ സൂറത്തുർ റൂമിലെ 20-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിക്കുന്ന വിഷയം ഭാര്യ ഭർത്തൃ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആണും പെണ്ണും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നിയമവിധേയമായി നിക്കാഹിലൂടെ കല്യാണത്തിലൂടെ അഡൽട്ടറി ഇല്ലാതെ, അതായത് ഇല്ലീഗലായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ അല്ലാതെ കുടുംബ ബന്ധം നിലനിർത്താൻ ആവശ്യമായ നിലക്കാണ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ഭാവങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ചിന്താധാരകളുള്ള രണ്ടാളുകൾ തമ്മിൽ സന്ധിക്കുകയാണ് ഭാര്യ-ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാദൃഷ്ടാന്തമായിട്ടാണ് ഇതിനെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തൊട്ട് ബാക്കിലൊക്കെ പറയുന്നത്, പിന്നിലുള്ള ആയത്തുകളിലൊക്കെ പറയുന്നത് ഗംഭീരമായ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിന്റെ മിറാക്കിൾസ് എന്നാണ്. വമിൻ ആയാത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നർത്ഥം. നിങ്ങളെ മനുഷ്യനായി പടച്ചു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആദ്യം അതാണ് അള്ളാഹു തആല പറഞ്ഞത്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ എല്ലാവരെയും പടച്ചത് മണ്ണിൽ നിന്നാണ്.
മണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത് എന്നാണ് ആദ്യമായി ഇവിടെ പാരായണം ചെയ്യപ്പെട്ട ആയത്തിന്റെ ഉൾസാരം. ആ മണ്ണിൽ നിന്നും പടക്കപ്പെട്ട മനുഷ്യൻ അവരുടെ സ്വന്തം ഇണകളിൽ നിന്ന് തന്നെ, അവരുടെ സ്വന്തം ജാതിയിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാര്യ-ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ സൗജ്, ഇണ, തുണ അവരെ പടച്ചു എന്നാണ് പിന്നീടുള്ള ആയത്തിൽ അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദൃഷ്ടാന്തമാണ്. മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തത്തിൽ നിന്ന് നിങ്ങൾക്ക് അസ്വാജൻ, ഇണകളെ പടച്ചു എന്ന് പറയുമ്പോൾ വളരെ പൊക്കം കുറഞ്ഞ ആളുകളുണ്ടാവും, അവർക്ക് പൊക്കം കുറഞ്ഞ പെണ്ണുങ്ങളുണ്ടാവും. വളരെ കറുത്തവരുണ്ടാവും, അവർക്ക് കറുത്ത പെണ്ണുങ്ങളുണ്ടാവും. വളരെ നീളം കൂടിയ ആളുകളുണ്ടാവും, അവർക്ക് നീളം കൂടിയവരുണ്ടാവും. മുടി പറ്റ ചുരുണ്ടവരുണ്ടാവും, അവർക്ക് മുടി ചുരുണ്ടവരുണ്ടാവും. വളരെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പെരുമാറ്റ രീതികളൊക്കെയുള്ള ആളുകളെ, അല്ലെങ്കിൽ ഭൂപ്രകൃതിക്കനുസരിച്ച് വ്യത്യാസമുള്ള ആളുകളുണ്ടാവും. അതിനനുസരിച്ച് തന്നെ അള്ളാഹു തആല ഇണകളെയും സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് മിൻ അൻഫുസിക്കും അസ്വാജൻ. എന്തിനാണ് ഈ അസ്വാജിനെ, ഇണകൾ അള്ളാഹു പടച്ച് സംവിധാനിച്ചത്? ലിതസ്കുനൂ ഇലൈഹ, അവളിലേക്ക് നിങ്ങൾ സമാധാനം കൊള്ളാൻ. അവ വീട് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രമാകണം. നമുക്ക് ഈ ബിൽഡിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഏത് തലങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ആവശ്യമായ അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കല്ലുകളാണ്, മണലുകളാണ്, അതുപോലെ തന്നെ ജല്ലി, ഇങ്ങനെ നമുക്ക് കമ്പികൾ, ഇതൊക്കെ തന്നെയാണ്. ഒരു വീടുണ്ടാക്കാനുള്ള മെറ്റീരിയൽ അത് തന്നെയാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ വാടക റൂമിന് കൊടുക്കുന്ന പ്രാധാന്യമല്ലല്ലോ വീടിന് കൊടുക്കുന്നത്. അതെന്താ കാര്യം? വീടിനുള്ളിൽ എന്തോ ഒരു സമാധാനമുണ്ട്. കേവലം ബിൽഡിങ്ങിനെ അല്ല നമ്മൾ പ്രണയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ബിൽഡിങ്ങിനും വീടിൻ്റെതുപോലെ തന്നെയുള്ള പ്രാധാന്യം നമ്മളും കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. വീടിന് കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കാത്തത് വീടിനകത്ത് എന്തോ ഒന്നുണ്ട് സമാധാനം നൽകുന്നത്. ലിതസ്കുനു ഇലൈഹ, അവരാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമാധാനം കിട്ടാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ നന്നായിട്ട് പ്രണയിക്കേണ്ടതുണ്ട്, സ്നേഹിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്, ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദ. തീർച്ചയായും സ്നേഹം എന്ന് പറയുന്നത് ഇത് വളരെ അത്ഭുതപ്പെടുന്ന ഒരു ആയത്താണ്. കാരണം ലവ് ഈസ് എ ഗ്രേറ്റസ്റ്റ് മിറാക്കിൾ. സ്നേഹം എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ മാത്രമാണ് പരാമർശിക്കുന്നത്. സ്നേഹത്തെ ഒരു ദൃഷ്ടാന്തമാക്കിയിട്ടാണ് പറയുന്നത്. അതിനുശേഷം പറയുന്ന ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ ഭാഷാ വൈവിധ്യം ദൃഷ്ടാന്തമാണ്, നിങ്ങളുടെ നിറവ്യത്യാസം ദൃഷ്ടാന്തമാണ്, രാപ്പകലുകളുടെ വ്യത്യാസം ദൃഷ്ടാന്തമാണ്, കാറ്റുകൾ ദൃഷ്ടാന്തമാണ്, അതുപോലെ കടലുകൾ ദൃഷ്ടാന്തമാണ്, മാമലകൾ ദൃഷ്ടാന്തമാണ്. ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ സ്നേഹവും ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കോംപ്രമൈസും ഇല്ല. സ്നേഹത്തിന്റെ വിഷയത്തിൽ നന്നായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സ്നേഹത്തിലൂടെയായിരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ഹദീസ് പറഞ്ഞത് നമുക്കിവിടെ പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒരു ഭാര്യ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ഭർത്താവ് ദൃഷ്ടാന്തമാണ് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് അത് തോന്നിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടവളാണ് അവൾ. അതായത് സൂര്യനെ കാണുമ്പോൾ നമുക്കറിയാം അള്ളാഹു ഉണ്ട് എന്ന്, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായതുകൊണ്ടാണ്. ഭാര്യയെ കാണുമ്പോൾ നമുക്കറിയണം അള്ളാഹു ഉണ്ട് എന്ന്. ഭർത്താവിനെ കാണുമ്പോൾ തിരിച്ച് അവൾക്കും തോന്നണം അള്ളാഹു ഉണ്ട് എന്ന്. അത് നമുക്ക് ആർക്കെങ്കിലും ഇതുവരെ ഫാമിലി ലൈഫിൽ തോന്നിയിട്ടുണ്ടോ എന്നത് ചിന്തിക്കേണ്ട സന്ദർഭമാണിത്. ഭാര്യയുടെ കണ്ണിലേക്ക് ആരെങ്കിലും നന്നായിട്ട് നോക്കിയിരുന്നിട്ടുണ്ടോ? ഭാര്യയുടെ കൈകൾ ആരെങ്കിലും എന്ന് കൃത്യമായിട്ട് പിടിച്ച് മുസാഫത്ത് ചെയ്തിട്ടുണ്ടോ? പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അതിന് സമയം കണ്ടെത്തണമെന്ന്. അങ്ങനെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ അഖദ ബികഫിഹ വഅഖദത് ബികഫിഹി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറയാണ്, രണ്ടുപേരും പരസ്പരം കൈപിടിച്ച് മുസാഫത്ത് ചെയ്താൽ അള്ളാഹു അവരുടെ പാപങ്ങൾ കഴുകിക്കളയുന്നതാണ്. മിൻ ബൈനി അസാബിഹിമ, അവരുടെ രണ്ട് പേരുടെയും കൈകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്ന കാലത്തോളം ഇതിന്റെ ഇടയിലൂടെ അവർ ചെയ്ത പാപങ്ങൾ അള്ളാഹു കഴുകി ശുദ്ധിയാക്കുന്നതാണ് എന്ന്. ഇത്രത്തോളം പുണ്യമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹപ്രകടനം എന്ന് പറയുന്നത്. മവദ്ദത്തൻ വറഹ്മ. പിന്നെ എന്തായാലും നമ്മൾ എത്ര സ്നേഹിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പോറലുകളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അപ്പോൾ സദയം അത് പുറത്തു കൊടുക്കാനുള്ള സന്മനസ് കൂടി ഭാര്യയ്ക്കും വേണം, അതുപോലെ ഭർത്താവിനും വേണം. രണ്ടുപേരും ഞാൻ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു. വെള്ളത്തിന്റെ സ്വഭാവം നമുക്കുണ്ടാവണം. വെള്ളം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ബ്ലോക്കായി കിടന്നാൽ അത് ഉള്ള ഗ്യാപ്പിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കും. ഖരമുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള ദ്രാവകത്തിന്റെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകല. ഖരവസ്തുക്കൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക. അത് നമുക്കൊരിക്കലും പാടില്ലാത്തതാണ്. മറിച്ച് നമ്മൾ നല്ല സൗമ്യരായിരിക്കണം, നല്ല സ്നേഹ സമ്പന്നരായിരിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധം അങ്ങനെ ആയാൽ മാത്രമാണ് ഊഷ്മളമാവുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് വീട് സമാധാനത്തിന്റെ കേന്ദ്രമാവുകയുള്ളൂ. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളെല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്നേഹമെന്ന് പറയുന്ന വികാരമുണ്ട്. അത് കൃത്യമായി വേണ്ട രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങൾ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. എന്നിട്ട്
സ്വർഗത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പോകുന്ന ജന്നാത്തു ആദിനിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിശുദ്ധമായ ആയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുടുംബസമേത സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാഷാ അല്ലാഹ് യാ മുനീർ, അൽഹംദുലില്ലാഹ്. ഇനി ഈ ഓത്തിൽ ബന്ധപ്പെട്ട അതിന്റെ നിയമവശങ്ങളിലേക്കും അതിന്റെ തജ്വീദിയായിട്ടുള്ള നിയമങ്ങളിലേക്കും ഒക്കെ നമ്മുടെ ജഡ്ജസിനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ആദ്യമായി നമ്മുടെ ചീഫ് ജഡ്ജി തന്നെയാവട്ടെ, ബഹുമാനപ്പെട്ട മൊയ്തു നദ്വി ഉസ്താദ് അവറുകളെ, എങ്ങനെയുണ്ടായിരുന്നു മുനീറിന്റെ ഖിറാത്തും കാര്യങ്ങളൊക്കെ തന്നെ? മാഷാ അല്ലാഹ്, മുനീർ ഹുദവി വെള്ളില മാഷാ അല്ലാഹ്. വളരെ മനോഹരമായ പാരായണം. കഴിഞ്ഞ റൗണ്ടിലുള്ളതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട സുന്ദരമായ ശ്രവണസുന്ദരമായ പാരായണം. ബറക്കല്ലാഹു ഫീക്ക്. മാഷാ അല്ലാഹ്, തഖബ്ബലല്ലാഹ്, ജസാക്കുമുല്ലാഹ്. കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല, ഒന്നും കൂടുതലായിട്ട് എഴുതി വെച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്, മനോഹരമായ പാരായണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. ഇനിയും അടുത്ത റൗണ്ടുകളിൽ ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട പാരായണമാണ് ഇപ്പോൾ ഉണ്ടായത്. ഇനി അടുത്ത റൗണ്ടുകളിൽ ഇതിലും മെച്ചപ്പെട്ട പാരായണം പ്രാക്ടീസ് ചെയ്ത് നല്ല ശൈലി അല്ലേ? ഇൻഷാ അല്ലാഹ് നല്ല ശൈലിയിലൊക്കെ ഓതി മാഷാ അല്ലാഹ്. വളരെ മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാനുള്ളത്, സാവധാനമുള്ള പാരായണത്തിൽ, തർത്തീലായ പാരായണത്തിൽ പല സ്ഥലങ്ങളിലും അലിഫ്, വാവ്, യാ ഒക്കെ ഇടയ്ക്ക് കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അള്ളാഹു ഇനിയും ഷറാവാൻ വേണ്ടി തൗഫീഖ് നൽകുമാറാവട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. മുനീർ സാഹിബ് നല്ല അല്ലേ കമന്റ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത് ചീഫ് ജഡ്ജിയിൽ നിന്നും. നമുക്ക് നമ്മുടെ അടുത്ത ജഡ്ജിയായ ബഹുമാനപ്പെട്ട സാബിത്ത് ഉസ്താദ് അവരോട് ചോദിക്കാം. സാബിത്ത് ഉസ്താദ്, എങ്ങനെയുണ്ടായിരുന്നു മുനീർ സാഹിബിന്റെ ഖിറാത്ത്? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ ഷീറ്റും ബ്ലാങ്ക് ആണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, വളരെ നന്നായിട്ട് ഖിറാത്ത് ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് സൂക്ഷ്മമായി പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിച്ച് ഓക്കേ, ഓക്കേ, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എക്സലന്റ് ആണ്, വളരെ നല്ലൊരു ഖിറാത്തായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി ഒന്നുകൂടി ഹുറൂഫുകളൊക്കെ ഒന്നും കൂടി മയപ്പെടുത്തി ഒന്നുകൂടി നന്നാക്കി അടുത്ത റൗണ്ടിലേക്ക് പിന്നെ സജ്ജമാവാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാഷാ അല്ലാഹ്, കൺഗ്രാജുലേഷൻ, ബെസ്റ്റ് ആൻഡ് ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഓക്കെ, ജഡ്ജസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല ഒരു റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് നന്നായിട്ട് വളരാൻ, ഉയരാൻ, ഈ മേഖലയിൽ ശോഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുനീർ ഹുദവിക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.